ഹലോ വെൽക്കം ടു മൾട്ടിട്രേറ്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് പാർട്ട് 2. പാർട്ട് 1-ൽ നമ്മൾ പഠിച്ചത് ബേസിക്സ് ഓഫ് ഫ്രാക്ഷനാണ്. ന്യൂമറേറ്ററിനെ പറ്റി പഠിച്ചു, ഡിനോമിനേറ്റർ എന്താണെന്ന് പഠിച്ചു, അഡീഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ഷൻ, എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ സബ്ട്രാക്ഷൻ. സോ ലൈക്ക് ഫ്രാക്ഷൻ. സോ ലെറ്റ്സ് പുട്ട് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. 6/2 മൈനസ്, സോ ബിക്കോസ് സബ്ട്രാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് 1/2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂമറേറ്റർ എന്താ ഡിനോമിനേറ്റർ എന്താണെന്ന് പഠിച്ചു. സോ ഹിയർ ദ ഡിനോമിനേറ്റേഴ്സ് ആർ ദ സെയിം. അതുകൊണ്ട് നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ. 6 - 1 ഈസ് 5/2. നമുക്കിനി ഒരു അൺലൈക്ക് ഫ്രാക്ഷൻ ചെയ്യാം. Let's look at an unlike fraction. Let's say 6/2 minus 1/3. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിനോമിനേറ്റേഴ്സ് വന്നാൽ അതിന് പറയുന്നതാണ് അൺലൈക്ക് ഫ്രാക്ഷൻ. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഒന്നെങ്കിൽ നമുക്ക് എൽ സി എം ചെയ്യാം, ഡിനോമിനേറ്റർ സെയിം ആക്കാം, അല്ലെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ പറഞ്ഞ് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ആ മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ. സോ വാട്ട് യു നീഡ് ടു ഡു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അടിയിലുള്ള ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 × 3 is 6 അല്ലേ. അപ്പോൾ 6 വിൽ ബി അവർ ഡിനോമിനേറ്റർ. സോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 6/2, 2നെ 3 കൊണ്ട് ചെയ്യുക, കാരണം നമുക്ക് 6 ആക്കണം ഡിനോമിനേറ്റർ. വട്ട് എവർ യു ഡു ടു ദ ബോട്ടം യു ഡു ടു ദി ടോപ്പ്. 1/3. സോ 3നെ 2 കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് 6 ആകുന്നത്. സോ വട്ട് എവർ യു ഡു ടു ദ ബോട്ടം യു ഡു ടു ദ ടോപ്പ്. അതാണ് ഓർത്താൽ മതി. എന്ത് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന അടിയിൽ അത് തന്നെ മുകളിലും ചെയ്യുക. സോ 6 × 3 എത്രയാണ്? 6 × 3 3 6 18/6 മൈനസ് 1 × 2 2 2/6. 18ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 16 16/6. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടോ? നമുക്കറിയാം 2 2ലും പോവും അല്ലേ. അപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ 2 എത്ര പ്രാവശ്യം 6ൽ പോവും? 3. 2 എത്ര പ്രാവശ്യം 16ൽ പോവും? 8. 8/3. സോ 8നെയും 3യും കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നൊരു കോമൺ നമ്പർ ഉണ്ടോ? ഇല്ല. സോ സിംപ്ലിഫൈ ചെയ്ത് ദാറ്റ്സ് യുവർ ആൻസർ. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരെണ്ണം ചെയ്യാം. ദിസ് ഈസ് ഓൾസോ ലൈക്ക് ഫ്രാക്ഷൻ. സോ ലെറ്റ്സ് ഡു എ ലൈക്ക് ഫ്രാക്ഷൻ നൗ. 31/3 മൈനസ് 5/3. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 31ൽ നിന്ന് 5 പോയാൽ എത്ര? 31ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 30. 30ൽ നിന്ന് 4 പോയാൽ 26. 26/3. സോ 26/3. 3ൻ്റെ പകുതി 1.5. നമുക്കത് ഡെസിമൽ വേണ്ട. 3 26ൽ എത്ര പോവും? 8 24. പക്ഷേ 26 പോകത്തുമില്ല. സോ ദാറ്റ്സ് യുവർ ആൻസർ. ഓൾറൈറ്റ്. സോ അടുത്ത ചോദ്യം അൺലൈക്ക് ഫ്രാക്ഷനാണ്. ഇതുപോലെ തന്നെ 31/3 മൈനസ് 5/1 ആണ്. സോ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 × 1 3. സോ ലെറ്റ്സ് ടേക്ക് 3 ആസ് അവർ കോമൺ ഡിനോമിനേറ്റർ. സോ എന്താ ചെയ്യേണ്ടത്? 3ൻ്റെ കൂടെ ഒന്നും ചെയ്യാനുണ്ട്, 3 ആക്കണമല്ലോ അല്ലേ. സോ ദാറ്റ് റിമെയിൻസ് ദ സെയിം. 31/3. 3 × 1 3. 31 × 1 ഓൾസോ 31. മൈനസ് 5നെ പക്ഷെ നമുക്ക്
ഇൻറ്റു 3 ചെയ്യണം. കാരണം 1നെ ഇൻറ്റു 3 ചെയ്യണം, എന്നാലേ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആകത്തുള്ളൂ. സോ 31/3 minus 15/3. What is 31 minus 15 is 16. So 16/3. മനസ്സിലായല്ലോ? സോ അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ LCM എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കിട്ടിയിരിക്കുന്ന ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് മുകളിലും അതുപോലെ തന്നെ ഏത് നമ്പറിനെ കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേ നമ്പറെ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അവസാനം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എപ്പോഴും LCM ചെയ്ത വഴി കിട്ടുന്നതും ഈ ആൻസർ ഒരുപോലെ ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്യാൻ മറന്നാൽ നമ്മൾ വലിയൊരു ആൻസറിലായിരിക്കും എൻഡ് അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിംപ്ലിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സിംപ്ലിഫൈ ഇറ്റ്, മേക്ക് ഇറ്റ് സ്മോളർ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ 17/20 ഇൻറ്റു 1/15. ഇവിടെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ്റെ റൂൾ അല്ല. അഡീഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ അത് സെയിം ആക്കണം. ഇവിടെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം 17 ഇൻറ്റു നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ മുകളിൽ 17 15 ഒരു 17 15 ഒരു കോമൺ നമ്പർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മൾ ജസ്റ്റ് 17 ഡിവൈഡ് വാട്ട് ഈസ് 20 ഇൻറ്റു 15. സോ നമുക്കറിയാം 15 ഇൻറ്റു 2 ഈസ് 30 അല്ലേ, 15 ഇൻറ്റു 2 30, പിന്നെ ഒരു 0 17/300. ഇനി 17/300 ഒരു കോമൺ നമ്പർ ഉണ്ടോ? ഇല്ല. സോ ദാറ്റ്സ് യുവർ ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം, 1/6 ഇൻറ്റു 7/12. 7/12. ഓക്കെ, സോ ഹിയർ 1 ഇൻറ്റു 7 7, കാരണം ഇവിടെ 7 ആണ്, 6 ആണ്, 12 ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 12 ഇൻറ്റു 7 7 6 2s are 12, 1 remainder, 6 into 1 6 plus 1 7. So 7/72, that's your answer. ഇനി വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. So instead of this, if the question was like this, so let's say 1/6 into 3/12. ഇപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു 3 മുകളിലുണ്ട്. 3യും 6നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 3നെയും 12നെയും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം. സോ 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 4 12. അപ്പോൾ 1 ഇൻറ്റു 1 ആയി. സോ 1/6 times 4 24, 1/24. മേക്ക് സെൻസ്? അപ്പം വേറൊന്നൂടെ ചെയ്യാം. 2/8 ഇൻറ്റു 5/40. ഓക്കെ, സോ 2നെയും 8നെയും കൂടെ ചെയ്യാം. 2 4s are 8, so 1/4 ആയി. ഇനി 5നെയും 5 8s are 40. So what is remaining? 1 into 1 is 1. 4 times 8, 4 8s are 32. സോ സിംപ്ലിഫൈ, അത് മാത്രം ഓർത്താൽ മതി മൾട്ടിപ്ലിക്കേഷനിൽ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നേ ഉള്ളൂ, സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇനി വേറൊരു ചോദ്യം നോക്കാം. 2/6 ഇൻറ്റു 3/21. സോ 3 എത്ര വട്ടം 21 പോവും? 3 7 ടൈംസ് പോവും അല്ലേ. 2 എത്ര വട്ടം പോവും? 3 ടൈംസ് പോവും. അപ്പം 1 ഇൻറ്റു 1 1, 1/3 ടൈംസ് 7, സോറി 3 ടൈംസ് 7 ഈസ് 21. അത് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ അത്രയേ ഉള്ളൂ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ഓർത്തിരിക്കേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിവിഷൻ. Okay, so let's look at division. 3/8
divided by 2/7. Now, എപ്പോഴും ഓർത്തോണം ഡിവിഷൻ വരുവാണെങ്കിൽ നമ്മൾ റെസിപ്രോക്കൽ ഓഫ് ദ സെക്കൻഡ് നമ്പർ എടുക്കണം. അതപ്പോൾ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ പോലെ. അതിന് ഞാൻ കാണിക്കാം. 3/8 എന്നിട്ട് ഇൻറ്റു ഇടണ്ടേ. സോ ഡിവിഷൻ എന്നാ പറ്റുന്നത് ഇൻറ്റു ആയി മാറും. ഇൻറ്റു ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ 7/2 എന്നായി. 2/7 റെസിപ്രോക്കലായി 7/2. സോ പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ അതേ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. സോ ഹിയർ 3 times 7 21, 8 times 2 16. ഇവിടെ ഫർദർ മൾട്ടിപ്ലിക്കേഷൻ്റെ സിംപ്ലിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. So this is another example for division. So let's do another one. Okay, 5/20 divided by 2/10. ഓക്കെ, സോ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ കിട്ടുന്ന പോലെ തന്നെ എഴുതുക. ഡിവിഷനെ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഇൻറ്റു ആക്കുക. 2/10 എന്നാ പറ്റും? 10/2 ആയി. മനസ്സിലായോ? സോ നമുക്കിനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 10നെ നമുക്ക് 5നെ 1 5 1s are 1 5 4s are 20. സോ 10 അവിടെ തന്നെ ഉണ്ട്, സോറി. സോ 1 × 10 10, 4 times 2 8 ആയി അല്ലേ. ഇനി 10നെ 8ൻ്റെ ഒരു കോമൺ നമ്പർ ഉണ്ടല്ലോ. ഏത് നമ്പറാണ് രണ്ടിലും പോകുന്നത്? 2. 2 5s are 10, 2 4s are 8. അപ്പം ദ ഫ്രാക്ഷൻ ഈസ് വെരി സിമ്പിൾ. നമ്മൾ ആ റൂൾ ഓർത്തിരുന്നാൽ മതി. സോ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അഡീഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് പ്ലസ് സബ്ട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യേണ്ടത്? മേക്ക് ദ ഡിനോമിനേറ്റർ സെയിം. whatever you do to the bottom, that's the denominator, you do to the top. What's the top number called? Numerator. Okay, അത്രേ ഉള്ളൂ. അതാണ് ആഡിഷൻ സബ്ട്രാക്ഷൻ. വൺസ് ഡിനോമിനേറ്റർ സെയിം ആയെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും സൈൻ അനുസരിച്ച് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ സിംപ്ലിഫൈ ഇറ്റ്. ഡിവിഷനിലാണേലോ യു ടേക്ക് ദിസ് റെസിപ്രോക്കൽ ഓഫ് ദ സെക്കൻഡ് നമ്പർ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ വീഡിയോസ് ആൻഡ് താങ്ക് യു. Bye-bye.